everyone, welcome to my channel. ഇന്ന് നമുക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വറുത്തരച്ച് കറി വെക്കണമെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഞണ്ടൊക്കെ വൃത്തിയാക്കിയത് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ 2-3 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. ഒരു സവാള, ചെറിയൊരു സവാളയാണ് എടുത്തേക്കണത്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുള്ളിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക്. അപ്പോൾ ഞാനിവിടെ ഒരു 7 കാന്താരി മുളകോളം എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് പൊടിയോ ഉപ്പുനീരോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലത്തെ ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ള പാകത്തിനുള്ള വെള്ളം. ഇതപ്പോൾ ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് തേങ്ങ വറുത്തരച്ച് വയ്ക്കാം. ചീനിച്ചട്ടി ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ടുണ്ട്. തീ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നായി കഴിയുമ്പോഴേക്കും 1/2 സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്, ചെറിയൊരു ബ്രൗൺ കളറിൽ വേണം കിട്ടാൻ. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടേക്കാണ്. ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് ചൂടായാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കണ പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാം. കല്ലിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ ആയിട്ടോ അരച്ചെടുത്തേക്കണേ. നമ്മൾ വേവിക്കാൻ വെച്ച ഞണ്ട് ഇതേ വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നല്ലോണം തിളയ്ക്കണം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണ വരെ ഒന്ന് തിളയ്ക്കണം. കണ്ടു, ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വേപ്പിലയൊക്കെ മൂപ്പിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴേക്കും ഞാൻ വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് വേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അത് നല്ലോണം ആയിക്കഴിയുമ്പോഴേക്കും നമ്മുടെ കറിയിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല മണവും നല്ല ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.